വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രക്കോളി മസാല റൈസാണ്. നമ്മൾ ഷോപ്പിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ കോളിഫ്ലവർ ഒന്നും എടുക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ബ്രക്കോളി നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും അത് ഇഷ്ടമല്ല. നന്നായിട്ട് കഴുകണേ, നന്നായിട്ട് കഴുകുക. നമ്മൾ ഈ തണ്ടിൻ്റെ പോർഷൻ യൂസ് ചെയ്യുന്നില്ല, അത്ര ഭാഗം ഞാൻ എടുക്കുന്നില്ല. ബാക്കി പോർഷൻസ് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഈ ഐറ്റം ഉണ്ടാക്കുന്നത്. കാരണം ബ്രക്കോളിക്ക് നല്ല വിലയാണ്. ഞാൻ ബ്രക്കോളി വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി. ലാസ്റ്റാണ് ഞാൻ ഈ മസാല റൈസിലെത്തുന്നത്. ഞാനിത് കഴിച്ച് നോക്കിയിട്ടോ. ബ്രക്കോളി എങ്ങനെയാണ് പറയുക, നമ്മുടെ ഈ പുളിങ്കുരു നമ്മൾ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കില്ലേ, അപ്പോൾ നമുക്കൊരു വേറെ ടേസ്റ്റ് കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റാണ് ശരിക്കും ഈ ബ്രക്കോളി പച്ചയ്ക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. എനിക്കിഷ്ടമായിട്ടോ ആ ടേസ്റ്റ്. ഞാൻ ഈ ബ്രക്കോളി വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഐറ്റംസ് പോലെയൊന്നും ആക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ സോസ്, പിന്നെ സോയാ സോസ്, ഇങ്ങനെ പറയുന്ന ഹോട്ട് സോസ്, ചില്ലി സോസ്, ഇതൊക്കെ ആഡ് ചെയ്യില്ലേ. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കാനാണ് ബ്രക്കോളി മേടിക്കുന്നത്. അപ്പം ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാരറ്റ്സ് കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ വേറെ രീതിക്കാണ് കുക്ക് ചെയ്യുന്നത്. ക്യാരറ്റ് ഓപ്ഷണലാണ്. എൻ്റെ അടുത്ത് എപ്പോഴും ക്യാരറ്റ് ഉണ്ടാവും വീട്ടിൽ. ഞാനിതിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും ക്യാരറ്റ് ആഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇത് മക്കൾക്കൊക്കെ ശരിക്കും നമ്മൾ സ്കൂൾ ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ചുമ്മാ കഴിക്കാനൊക്കെ നല്ലൊരു ഐറ്റം കേട്ടോ. കാരണം ഹെൽത്തിയാണ്, അത് 100% ഉറപ്പാണ്. എനിക്കാണെങ്കിൽ ഈ പച്ചക്കറിയുടെയൊക്കെ നന്നാക്കി എൻ്റെ വേസ്റ്റ് അപ്പം കളയണം. എനിക്കല്ലെങ്കിൽ എന്തോ പോലെ. ഓൾറെഡി ഇവിടെ ഇച്ചിരി സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ പരിപാടി. പിന്നെ ഒരു ക്യാപ്സിക്കൺ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പകുതിയോളം കേടായി പോയിട്ടുണ്ട്. അപ്പം അതുകൂടെ ഞാൻ കട്ട് ചെയ്തു. ക്യാപ്സിക്കണൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി. ഇതിവിടെ ഉണ്ടായത് കൊണ്ട് ഞാൻ എടുത്തുനിന്ന് മാത്രം. ഞാൻ എടുത്തേക്കുന്നത് എരിവില്ലാത്ത മുളകാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല നല്ല ഡാർക്കൺ കളറിൽ നല്ല സൈസിലുള്ള മുളക് എരുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആ ടൈപ്പ് മുളകാണ്. 4-5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ ബിരിയാണി പോട്ട് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇളക്കുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് വലിയ പാത്രമായിരിക്കും എന്ന്. ഞാൻ ഗാർലിക് ജിഞ്ചറിൻ്റെ അളവ് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി. എന്തായാലും ഇവിടെ വലിയ സൈസ് വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു 4-5 ഇല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും അധികം വഴണ്ടി വരണ്ട കേട്ടോ. ഇതൊന്നും കുക്കാവില്ലേ എന്നുള്ള പേടി വേണ്ട, കുക്കാവും. നമ്മൾ ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് എടുക്കണം. ഉപ്പ് ഞാൻ നിറച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് രണ്ടാമത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പൗഡേഴ്സായിട്ട് ആഡ് ചെയ്തത് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മെയിനായിട്ട് ചിക്കൻ മസാല. ഇതിൽ ഗരം മസാലയും ചിക്കൻ മസാലയാണ് ഒരു പിഞ്ച് കൂടുതൽ. പിന്നെ ഇതൊന്ന് കുക്കാകാൻ വേണ്ടി ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സോ നിങ്ങളെടുത്തിട്ടുള്ള പച്ചക്കറികളുടെ അളവിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കാവുന്നവരെ അടച്ച് വയ്ക്കാം. ശരിക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കാരണം അതിങ്ങനെ എല്ലാത്തിൻ്റെതും ആ ഒരു വെള്ളത്തിൽ അങ്ങ് ലയിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മൾ കുറച്ച് റൈസ് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി റൈസ് ഉണ്ടാക്കി വെച്ചതാണല്ലോ, നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നന്നായിട്ട് കുറച്ച് ആകുമ്പോൾ നമ്മൾ ഇച്ചിരി മിക്സ് ചെയ്ത് പോയാൽ മതി കേട്ടോ.
നമ്മുടെ മിക്സിംഗ് ആണ്. നമ്മൾ മിക്സിങ് എത്രത്തോളം നന്നായി ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഈ ബ്രക്കോളി മസാല റൈസ് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നിങ്ങൾ ഇതിൽ ചേർക്കുന്ന വെള്ളമാണ്, ഇത് കുറച്ച് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഡ്രൈ ആയിട്ടുള്ള കിട്ടും. നമ്മളൊരു എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ എൻ്റെ ഷോർട്ട് ഇതിൽ വന്നിട്ടില്ല. നിങ്ങൾ മല്ലിച്ചപ്പോ പുതിനയോ ജസ്റ്റ് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കണേ. ഏത് നമ്മുടെ സിമ്മ്, അതായത് തീ ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി സെർവ് ചെയ്യേണ്ട സമയമാണ്. അതായത് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിലിങ്ങനെ കിടന്ന് ആ മസാലയും എല്ലാം പിടിച്ചിട്ടുണ്ടായിരിക്കും. ഹെൽത്തിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഒരുപാട് സോസും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്റർ ഫുഡാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.